everyone, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Income Tax Assessment 2, which is a co-paper for semester 4 BCom Tax Procedure and Practices students under Kerala University. This is the third lecture of the series. In this lecture, we are discussing about types of companies. Let us discuss Indian Company, Section 2, Subsection 26. Indian Company means a company formed and registered under the Companies Act 1956, and it includes Indian Company. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 26 ഇന്ത്യൻ കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് ഫോം ചെയ്തിരിക്കുന്നതും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും കമ്പനീസ് ആക്ട് 1956 പ്രകാരം ആയിരിക്കണം. ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് 2013 അത് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസിനെ നമുക്ക് ഇന്ത്യൻ കമ്പനി എന്ന് പറയാം. എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് under any law relating to companies formerly in force in any part of India other than the state of Jammu and Kashmir and the Union Territories. കമ്പനി ഫോം ചെയ്തിരിക്കുന്നതും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഇന്ത്യക്കകത്തുള്ള ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്ലേസിലും ഫോം ചെയ്തിരിക്കുകയോ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എങ്കിൽ ആ കമ്പനിയെ നമുക്ക് ഇന്ത്യൻ കമ്പനി എന്ന് പറയാം. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 26 ഇന്ത്യൻ കമ്പനിയെക്കുറിച്ച് പറയുന്നത്. എ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അണ്ടർ എ സെൻട്രൽ സ്റ്റേറ്റ് ഓർ പ്രൊവിൻഷ്യൽ ആക്ട്. ഒരു കോർപ്പറേഷനോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഓർ പ്രൊവിൻഷ്യൽ ആക്ട് പ്രകാരമാണ് എങ്കിലും അതിനെ നമുക്ക് ഇന്ത്യൻ കമ്പനി എന്ന് പറയാം. Any institution, association or body which is declared by the board to be a company. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ അസോസിയേഷനെയോ ബോഡിയെയോ ഒരു ബോർഡ് ഡിക്ലെയർ ചെയ്യുകയാണ് അതിനെ കമ്പനി ആയിട്ട് എങ്കിൽ ആ കമ്പനിയെയും ഇന്ത്യൻ കമ്പനി എന്ന് നമുക്ക് പറയാം. ബോർഡ് ഡിക്ലെയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അസോസിയേഷനെയും ബോഡിയെയും നമുക്ക് എന്തായിട്ട് പറയാം? ഇന്ത്യൻ കമ്പനിയായിട്ട് പറയാം. ദെൻ in the case of the state of Jammu and Kashmir, a company formed and registered under any law for the time being in force in that state. ജമ്മു ആൻഡ് കാശ്മീരിൽ ഫോം ചെയ്തിരിക്കുന്നതോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതോ ആയിട്ടുള്ളൊരു കമ്പനിയാണ് എങ്കിൽ at that time it is being in force in that state. Then in case of any of the union territories of Dadra and Nagar Haveli, Goa, Daman Diu and Pondicherry, a company formed and registered under any law for the time being in force in that union territory. ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിയുടെ കീഴിലാണ് ദാദ്ര നഗർ ഹവേലി, ഗോവ, ദമാൻ ആൻഡ് ദിയു, പോണ്ടിച്ചേരി ഇതേപോലെയുള്ള യൂണിയൻ ടെറിട്ടറീസിലാണ് ഒരു കമ്പനി ഫോം ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത് എങ്കിൽ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ഇൻ ദാറ്റ് യൂണിയൻ ടെറിട്ടറി. Provided that the registered or as the case may be principal office of the company, corporation, institution, association or body in all cases is in India. കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ പ്രിൻസിപ്പൽ ഓഫീസ് ഇന്ത്യയിലാണ് എങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനെ ഇന്ത്യൻ കമ്പനി എന്ന് നമുക്ക് പറയാം. Second one, domestic company. Section 2, subsection 22A. A domestic company means an Indian company or any other company which in respect of its income liable to tax under the Income Tax Act has made the prescribed arrangements for the declaration and payment within India of the dividends payable out of such income. ഡൊമസ്റ്റിക് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആവാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും കമ്പനിയോ അതിൻ്റെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ് എങ്കിൽ ആ കമ്പനിയുടെ ഇൻകത്തിൽ നിന്നും
ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും പേയ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ അത്തരം കമ്പനിയെ നമുക്ക് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. സിംപ്ലി ഡൊമസ്റ്റിക് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആവാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കമ്പനി ആവണമെങ്കിൽ ആ കമ്പനിയുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് പേ ചെയ്യാൻ ലയബിളാണ്. അത്തരം കമ്പനീസിൻ്റെ ഇൻകത്തിൽ നിന്നും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും പേയ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ ആ കമ്പനിയെ നമുക്ക് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. Thus, all Indian company are treated as domestic company, but all domestic company are not Indian company. If a foreign company makes prescribed arrangements for payment of dividends in India, it shall be treated as domestic company. എല്ലാ ഇന്ത്യൻ കമ്പനീസിനെയും നമുക്ക് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാ ഡൊമസ്റ്റിക് കമ്പനീസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇന്ത്യൻ കമ്പനി എന്ന് പറയാൻ സാധിക്കുകയില്ല. ഫോറിൻ കമ്പനി ആണ് എങ്കിൽ ആ കമ്പനിയുടെ പേയ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നതും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതും എല്ലാം ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ ആ ഫോറിൻ കമ്പനിയെ നമുക്ക് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.